ഹലോ, വെൽക്കം ടു ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ 2 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോണ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡെയിലി വ്ളോഗെന്ന് പറയുന്നില്ല, എങ്കിലും ഞാൻ വ്ളോഗുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സുകൾ, അത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാം, അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്കത് വൃത്തായിട്ടും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, പിന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സുകൾ, ഹെയർ കെയർ, സ്കിൻ കെയർ, ഡയറ്ററി റൂട്ടീൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് എന്നെ കൊണ്ട് ഒക്കുന്ന പോലെയൊക്കെയുള്ള ഞാൻ മുമ്പ് പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഇൻസ്പയറിങ് കിട്ടൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കാനേ പാടില്ല. ഓക്കെ, ഓക്കെ, ശരി, കാണാം. ഹലോ, അപ്പം ഞാൻ ഇന്നിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്, ഞാൻ റീസെൻ്റായിട്ട് നമ്മുടെ ദിയാ കൃഷ്ണ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, മാൾസിൻ്റെ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട്. പുള്ളിക്കാരുടെ ഡെയിലി യൂസ് ചെയ്ത് മാൾസിൻ്റെ അതിട്ടിട്ടുണ്ടായിരുന്ന ഷെയ്ഡെന്ന് പറയുന്നത് 11 ഷോ സ്റ്റോപ്പർ ആയിരുന്നു. പിന്നെ ഞാനത് കണ്ടതിന് ശേഷം കുറേ ഇൻസ്റ്റാഗ്രാം നിറച്ച് അതിൻ്റെതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ റീസെൻ്റായിട്ട് ഒരു ലീഡിങ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മാൾസിൻ്റെ ഷോ സ്റ്റോപ്പർ മാത്രമല്ല, 10 ലീഡിങ് ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാൾസിന് ഈ ഷോ സ്റ്റോപ്പറിനെ കാട്ടിലും അതാണെന്ന് കുറേ ഇത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ അതും കൂടെ നോക്കി. അപ്പം 2 ഞാൻ കാണിച്ചു തരാം. റീസെൻ്റ്ലി ഞാൻ വേറെ കുറച്ച് ലാക്മിയുടെ കൂടെ മേടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പം മാൾസിൻ്റെതാണ്. 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 11 എന്ന് പറയുന്നത് ഷോ സ്റ്റോപ്പറാണ് കേട്ടോ. 11 ഷോ സ്റ്റോപ്പർ. ദെൻ സെക്കൻഡ് വൺ 10 ലീഡിങ് ലേഡിയാണേ. അപ്പം 2 ഇതിൻ്റെ കവറ് വന്നിട്ടുള്ളത് ഒരേ കളറിലൊക്കെ ആയിരുന്നു, പക്ഷെ വ്യത്യാസമുണ്ട്, ചേഞ്ച്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് ലീഡിങ് ലേഡി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ബിക്കോസ് ലീഡിങ് ലേഡി എന്ന് പറയുമ്പം കുറച്ച് മീഡിയം ടു ഒരു ഫെയർ ആണെങ്കിലും മീഡിയം ടു ഡസ്കി ആണെങ്കിലും ഉള്ള സ്കിന്നുകാർക്ക് അടിപൊളിയാണിത്. ചിലപ്പം ഈ ഷോ സ്റ്റോപ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് ഡസ്കിയായിട്ട് കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന സ്കിൻ ടോണുകാർക്ക് മേ ബി ഇത് അത്ര അങ്ങോട്ട് സുഖിച്ചെന്ന് വരില്ല. പക്ഷേ ലീഡിങ് ലേഡി, ഐ സ്വെയർ, ഞാൻ സത്യമാണ് പറയുന്നത് ഗൈസ്, ഇത് നിങ്ങൾക്ക് നല്ലോണം ചേരും. അതുപോലെ തന്നെ കുറേ വരുന്നുണ്ട്, ഫാഷനിസ്റ്റ, ക്വീന്, ട്രെൻഡ് സെറ്റർ, പിന്നെ ചേംബറോ അങ്ങനെ എന്തോ വട്ടെവർ എനിക്കറിയില്ല. അങ്ങനെ കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതിൽ അടിപൊളിയാണത്. എക്സ്പ്രസ്സോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഷോ സ്റ്റോപ്പർ മസ്റ്റാണ്, അത് നിങ്ങൾ മേടിച്ച് വെക്കുക. ലീഡിങ് ലേഡി നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെടുക്കാം. ഇതിൻ്റെ ഒരു അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ. അത് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുകയാണ്. നല്ല ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. എങ്ങനെയുണ്ട് ഇത്? നല്ല ഷോ സ്റ്റോപ്പറിൻ്റെ കാര്യം കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഷോ സ്റ്റോപ്പറാണേ. ഷോ സ്റ്റോപ്പറും അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. നോക്കൂ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണിത്. ഇത് ഇതിപ്പം ഡസ്കി സ്കിന്നുകാർക്ക് ഇണങ്ങും, ബട്ട് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് ലിപ് ലൈനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ഞാൻ പറയും. അടിപൊളിയാണ്. നിങ്ങൾ ഇനിയും മേടിക്കാത്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി മേടിക്കുക, അടിപൊളി സാധനമാണ്. ഓക്കെ, ഞാൻ മാൾസിൻ്റെ മാത്രമല്ല, റീസെൻ്റായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാൾസിൻ്റെ മാത്രം അല്ലാണ്ട് ലാക്മിയുടെ എനിക്കിഷ്ടപ്പെട്ട, അത് ഇതുപോലെ മാൾസിൻ്റെ കൂട്ട് തന്നെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് സ്കിൻ ടോണുകാർക്കും പല ടൈപ്പാണുള്ള ഷെയ്ഡ്സ്, ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡിൻ്റെ തന്നെയും പല ഷെയ്ഡാണ്, റെഡിന് തന്നെയും പല ഷെയ്ഡാണ്. അങ്ങനെ ഒരുപാട് ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലാക്മിയുടെ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഫോറെവർ മീറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഇതിനകത്ത് എല്ലാവർക്കും, ഞാനിപ്പോൾ 4 ഷെയ്ഡ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡാർക്ക് സ്കിൻ ടോണുകാർക്ക് പറ്റും, മീഡിയം സ്കിൻ ടോണുകാർക്ക് പറ്റും, ഫെയർ സ്കിൻ ടോണുകാർക്ക് പറ്റും. അടിപൊളി പ്രൊഡക്റ്റാണിത്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാൾസിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഷോ സ്റ്റോപ്പറും ലീഡിങ് ലേഡിയാണ് മേടിച്ചത്. അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്തും നല്ലത് ഇനിയുണ്ട്. ഇനി പറയുന്ന പോലെ ട്രെൻഡ് സെക്ടർ, ക്വീന് അല്ലെങ്കിൽ ഫാഷൻസ്, ഇതൊക്കെ നല്ല ഷെയ്ഡാണ്. മിക്കവരും നല്ല റിവ്യൂ പറയുന്നുണ്ട്. ഈ നമ്മുടെ സ്കിൻ ടോണിന് തന്നെ ഇപ്പം ഫെയർ സ്കിൻ ടോണാണൊക്കെ ഇണങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് അതിനൊക്കെ അടിപൊളി സാധനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പിന്നെ മേടിക്കാനും. കാരണം ഓൾറെഡി നമുക്ക് കുറച്ച് ഹിറ്റായിട്ട് നിൽക്കുന്ന 2 ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. എന്നിട്ട് ലാക്മിയുടെ ഉള്ളത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട ഗൈസ്. കാരണം ഞാൻ ഇതിനകത്ത് ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിതിപ്പോൾ ഇട്ടിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്ത് വെള്ളമൊക്കെ നനച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ആ സാധനം അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പോയിട്ടില്ലായിരുന്നു. അപ്പം ട്രസ്റ്റ് മീ ഗൈസ്, ഈ സാധനം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളൊന്ന് വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ എന്ത് കഴിച്ചാലോ ഒന്നും അങ്ങനെ പെട്ടെന്ന് പോയില്ല. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോത്തില്ല, ഉറപ്പാണ്. 4 എണ്ണമാണിത്. 4 എണ്ണം ഒന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഫസ്റ്റ് വൺ 17th ന്യൂഡ് മിത്ത്. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സാങ്ക്രിയാണ്. റെഡ് സാങ്ക്രിയ ഷെയ്ഡ് വന്നിട്ട് 05 ആണ് കേട്ടോ. ദെൻ ന്യൂഡ് ട്വിസ്റ്റ് എല്ലാവർക്കും അടിപൊളിയാണ്. 90 ന്യൂഡ് ട്വിസ്റ്റാണിത്. അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. സാധനം അടിപൊളിയാണ്. അത് നോർമൽ ടു ഡസ്കി സ്കിൻ ടോണർക്കെല്ലാം പറ്റും. പിന്നെ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ആണ്, അത് നല്ലോണം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ, ന്യൂഡ് ഡ്രീം. അപ്പം ഇത് 450 ആണ് കേട്ടോ. 450 രൂപയുടെ 4 എണ്ണമാണ്. പക്ഷേ എനിക്ക് വളരെ ലോസ്റ്റ് റേറ്റിൽ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് ന്യൂഡ് ഡ്രീം. ന്യൂഡ് മിത്തും എനിക്ക് ഇഷ്ടമാണ്. ന്യൂഡ് ഡ്രീം ഇത് നല്ല എപ്പോഴും വില കൂടുതലായിട്ട് നിൽക്കുന്നതായിരുന്നു. ഇത് കുറഞ്ഞ് കിട്ടാൻ ഭയങ്കര ലാഭം. അപ്പോൾ ആദ്യം ഒന്ന് കുറഞ്ഞ് കിട്ടിയപ്പോൾ എനിക്കത് മേടിച്ചില്ല. എനിക്ക് ഇത് ഇത്ര അടിപൊളി സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നു കേസ്. ഞാൻ അതുകൊണ്ട് വിട്ടിട്ടാണ് ഞാൻ വേറെ ഏതോ ഈ ന്യൂഡ് മിത്തിലോട്ടൊക്കെ പോയത്. പിന്നെ ഈ സാധനം ഞാൻ നോക്കിയിരുന്നാണ് ഈ 450 എന്നുള്ളത് വളരെ ലോസ്റ്റ് റേറ്റിൽ ഞാൻ മേടിച്ചത്. എനിക്ക് ഒന്ന് 200 അത്ര എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 4 എണ്ണം ഉണ്ട്. 4 എണ്ണവും അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് തരാം. ഇതാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, നല്ലൊരു കളറാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂഡ് മിത്താണ്. അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോടാന്ന് പറഞ്ഞാൽ ഇത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയും ഫെയർ സ്കിൻ ടോണാർക്ക് അടിപൊളിയാന്ന് പറയും. കണ്ടില്ലേ, ഒരു പക്ക ന്യൂഡ് കളറാണ്. നോക്ക്, കണ്ടില്ലേ, ന്യൂഡ് കളറാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡ് ട്വിസ്റ്റ്. ഇത് വളരെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ, ന്യൂഡ് ട്വിസ്റ്റ്. ഇതേണ്ടേ, കണ്ടില്ലേ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ന്യൂഡ് ട്വിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മേടിക്കാം, നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ മേടിക്കാം. റെഡ് സാങ്ക്രിയ ഒരുവിധം ഇതും ഡാർക്കും ഡസ്കി സ്കിൻ ടോണുകാർക്കും ഫെയർ ആയിട്ടുള്ളവർക്കും എല്ലാം പറ്റും. കുറച്ച് എന്താ പറയുക, പാർട്ടി വിയർ ടൈപ്പിൽ വളരെ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങളിത് മേടിച്ചതാ. നോക്കിക്കേ, നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പം നല്ലോണം ബ്രൈറ്റ് ആവും. ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളോട്. 4 സൂപ്പറാണ്. കണ്ടില്ലേ, 4 സൂപ്പറാണ്. അപ്പം പിന്നെ ചോക്കോ ബട്ടർ, ലിപ് ലൈൻ്റെ ചോക്കോ ബട്ടർ ഞാൻ മേടിച്ചിട്ടുള്ളതായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ലൊരു ഫിനിഷിങ് തരുന്നതാണ്. കണ്ടില്ലേ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര നല്ല സോഫ്റ്റായിട്ടാണ്, ഒരു കട്ടിയൊന്നും ഇല്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ടോ. മാൾസിന് ചോക്കോ ബട്ടർ അറിയാമല്ലോ, ഈ കോഫി ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ വരുന്നത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ഒരു കോഫി ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ വരുന്ന ഒട്ടുമിക്ക ഇതും അടിപൊളിയായിരിക്കും. വളരെ സ്മൂത്തായിട്ടാണത് പോകുന്നത്. നല്ല രസമാണ്. കണ്ടില്ലേ, നോക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ 4 ലിപ് ഷെയ്ഡ് ലാക്മിയുടെ. ഇത് 4 ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മാൾസിൻ്റെ ലീഡിങ് ലേഡിയും ഷോ സ്റ്റോപ്പറിൽ നിന്ന് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരുവിധപ്പെട്ട എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ റെഡ് സാങ്ക്രിയ നിങ്ങൾ വലുതായിട്ട് കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഫെയർ സ്കിൻ ടോണുകാർക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ന്യൂഡ് ട്വിസ്റ്റും അടിപൊളിയാണ്. ഇതാ
ന്യൂഡ് ടെസ്റ്റും അടിപൊളിയാണ്, ന്യൂഡ് ഡ്രീമും കുഴപ്പമില്ല. പക്ഷേ ന്യൂഡ് ഡ്രീമൊക്കെ ഞാൻ പറയും ഫെയർ സ്കിൻ ടോണർക്കായിരിക്കും ഈ ന്യൂഡ് സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഇണങ്ങുന്നത്. ന്യൂഡ് ടെസ്റ്റും കുഴപ്പമില്ല. ന്യൂഡ് ടെസ്റ്റ് ഡസ്കി സ്കിൻ ടോണുകാരിടുമ്പോഴത്തേക്കും നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ റെഡ് സാങ്കിൻ എന്ന് പറയുന്ന ഈ ലിപ് ഷെയ്ഡിന് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ മതി. വേറെ ഒന്നും ഇല്ല, വേറെ ഒന്നും ചെയ്യേണ്ട, അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയും ഓൺലൈനിൽ നിന്ന് നമ്മൾക്ക് മേടിക്കുമല്ലോ, നമ്മൾ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോഴേക്കും പാളിപ്പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇത്ര ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടും പാളിപ്പോകുന്നുണ്ട്, എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാം. ബിക്കോസ് അടിപൊളിയാണ്. ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ പാളിപ്പോയല്ലോ എന്നൊന്നും നിങ്ങൾക്ക് ചിന്ത വരത്തില്ല. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. ഇപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ ഒരുങ്ങാനാണെങ്കിലും സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആക്കാനുള്ള ഷെയ്ഡും ഉണ്ട്. നോർമൽ എലഗൻ്റായിട്ട് നോർമലാണ് എന്നാൽ എലഗൻ്റായിട്ട് തോന്നിക്കുന്ന ഒരു ലിപ് ഷെയ്ഡ് ഉണ്ട്. നിങ്ങൾ ഇത് മറക്കാതെ ഈ ഒരു മാഴ്സിൻ്റെ ഈ ഒരു മുതലും കൂടെ നിങ്ങൾ മേടിച്ചു, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ട് പോവാം. അപ്പം ഇതിനകത്ത് ഞാൻ മാഴ്സും ലാക്മിയും പരിചയപ്പെടുത്തിയില്ല നിങ്ങൾ. അപ്പോൾ ഇതിനകത്ത് മാഴ്സിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ അതൊന്ന് അബ്സോർബ് ആവത്തുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ ഇതിലോട്ട് നോട്ടിപ്പിടിക്കുള്ളൂ. പക്ഷേ ട്രസ്റ്റ് മീ, ഈ ലാക്മി എന്ന് പറയുന്ന ഈ 4 പ്രൊഡക്ട്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അബ്സോർബ് ആവുന്നത്. പെട്ടെന്ന് അബ്സോർബ് ആവും. തുടച്ച് കളയാൻ ഭയങ്കര പാടാണ്. ഇപ്പം തന്നെ വേണ്ടത് കണ്ടില്ലേ, നോക്ക് നിങ്ങൾ തന്നെ നോക്കുക. അതാണ് വെള്ളം വെച്ച് ഞാൻ ചെയ്തേക്കാണ്, പറ്റുന്നില്ല. നോക്കിക്കോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? കണ്ടില്ലേ, പോത്തില്ല. നിങ്ങളിപ്പോൾ ഒരു പാർട്ടിയൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഐസ്ക്രീമും ജ്യൂസ് കഴിച്ചിട്ട് വന്നാലും ഇതിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടാവും. ആ ഒരു ലൈൻ ക്ലിയർ ആയിട്ടിരിക്കും, പോകൂല. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും മേടിക്കാനുമാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പം ഞാൻ മറക്കാതെ തന്നെ നിങ്ങളിത് എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ.